ഹലോ ഗായ്സ്, നല്ല ചക്കയെരിശ്ശേരിയും മീൻ പൊരിച്ചതും വഴുതനങ്ങ മെഴുക്കുവരട്ടിയും കൂട്ടി ഒരു അടിപൊളി ഡിന്നർ ആയാലോ ഇന്ന്. ആദ്യം തന്നെ എരിശ്ശേരിക്ക് ആവശ്യമുള്ള ചക്കയും ചക്കക്കുരുവും റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മളത് വേഗം വെക്കണം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിൻ്റെ ഞാൻ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മാത്രമാണ് അരച്ചിരിക്കുന്നത്. ആ അരപ്പ് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കടുവറയാണ് കേട്ടോ. ഇതിൽ നമ്മൾ നോർമലി കടുവ വറുക്കുന്ന കൂടെ ഇത്തിരി തേങ്ങയും കൂടി ഇട്ട് വറക്കും. എന്താ മണം എന്നറിയോ? ആ തേങ്ങയ്ക്കാണ് എനിക്ക് തോന്നുന്നു എരിശ്ശേരിയുടെ റിയൽ ടേസ്റ്റ് ആ തേങ്ങയ്ക്കാണ്. അങ്ങനെ എരിശ്ശേരിക്കകത്ത് നമ്മുടെ വറവിലിട്ട് കഴിഞ്ഞിട്ട് അത് പിന്നെ ഇളക്കുക വേണ്ട, അതങ്ങ് കുറച്ച് നേരത്തേന് അടച്ചു വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് നല്ല ചാള പൊരിച്ചത് ഉണ്ടാക്കാം. ചെറിയ കുഞ്ഞൻ ചാളയാണ് കേട്ടോ കിട്ടിയത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് വരഞ്ഞിട്ട് നന്നായിട്ട് മസാലയും പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ അടുക്കിയിട്ട് നമ്മളത് വറുത്തെടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നല്ലൊരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ മെഴുക്കുവരട്ടി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ. എൻ്റെ അടുക്കലുണ്ടല്ലോ വീഡിയോയ്ക്ക് ഓരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ആൾക്കാർ. അവരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയോ അല്ലെ എന്നെ ഫോൺ വിളിച്ചു പറയുകയോ ചെയ്യുന്നത്. ഈ പറയുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറി കമൻറ്റ് ഇട്ടൂടെ ഗൈസ്. എന്നിട്ടും ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എരിശ്ശേരി തികഞ്ഞില്ല. ഹലോ ഗൈസ്, നമ്മൾ ഡിന്നർ റെഡി ആയിരിക്കുകയാണ്, കഴിക്കാൻ പോവാണേ. ഇത് നല്ല ചക്ക എരിശ്ശേരി, ചാള പൊരിച്ചത്, പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടി. എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അത് ചക്ക എരിശ്ശേരി ഇത്തിരി തന്നെ നോക്കട്ടെ. ഇത്തിരി പുളിപ്പുണ്ട്, ചക്ക ഇത്തിരി പുളിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ. ഇത്തിരി മീനും കൂടെ കൂട്ടി തിന്ന് നോക്കാവേ. അടിപൊളി, ഒന്നും പറയാനില്ല. താങ്ക്സ് ദിവ്യ ഈ ചക്ക വന്നതിന്. കുഞ്ഞിച്ചാളയാണേ, മുള്ളു പോലും കളയേണ്ട ആവശ്യമില്ല.